അപ്പോൾ എൻ്റെ ആദ്യത്തെ വ്ളോഗ് വീഡിയോ ആണ്. ആദ്യത്തെ വ്ളോഗ് വീഡിയോ തന്നെ അങ്ങ് UAE നിന്ന് തുടങ്ങി. കൊച്ചിയിൽ നിന്നായിരുന്നു എൻ്റെ ഫ്ലൈറ്റ്. 3:85 ഡിപ്പാർച്ചർ ടൈം. സോ ഞാൻ ഒരു 12:45 തന്നെ ഞാൻ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലെത്തി. സോ അവിടെ നിന്ന് എൻ്റെ ലഗേജും ടിക്കറ്റും ഒക്കെ എടുത്ത് ഞാൻ ചെക്ക് ഇൻ ചെയ്യാൻ കയറി. എയർ അറേബ്യയുടെ ഫ്ലൈറ്റിൽ എൻ്റെ ആദ്യത്തെ എമിറേറ്റ്സ് ആയ ഷാർജയിലേക്കായിരുന്നു ഞാൻ ടിക്കറ്റ് എടുത്തിരുന്നത്. അങ്ങനെ വിൻഡോ സീറ്റ് ചോദിച്ച് മേടിച്ച് ബോർഡിംഗ് പാസ് എടുത്തു. നെക്സ്റ്റ് ഇമിഗ്രേഷനും സെക്യൂരിറ്റി ചെക്കിനുമാണ്. അത് രണ്ടും കഴിഞ്ഞ് ഞാൻ ഏകദേശം പുലർച്ചെ 2 മണിയോടെയാണ് ഗേറ്റിലേക്ക് എത്തുന്നത്. ഗേറ്റ് നമ്പർ 5 ആയിരുന്നു. ഇനി ഏകദേശം 2 മണിക്കൂറുണ്ട് നമ്മളെ ഫ്ലൈറ്റ് ടൈമിന്. 3:55. സോ അതുവരെ ഇവിടെ പോസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ ഈ യാത്ര പോകുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും ചുരുങ്ങിയ ചിലവിൽ 4 സ്റ്റാർ സൗകര്യങ്ങളോടുകൂടി യാത്രകൾ സംഘടിപ്പിക്കുന്ന ടീമായ യാത്രാനന്ദയുടെ കൂടെയാണ്. സോ ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും ബാക്കി ടൂറിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സോ അങ്ങനെ 3:45 ബോർഡിങ്ങിൻ്റെ അവസാന സമയമായിരുന്നു ഞാൻ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചത്. അങ്ങനെ രാവിലത്തെ നല്ല അടിപൊളി സൺറൈസും കണ്ട് ഷാർജയുടെ സ്കൈ വ്യൂയും കണ്ടുകൊണ്ട് 6:30 ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തത്. ഷാർജ എയർപോർട്ടിലെ ഇമിഗ്രേഷൻ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തെത്തിയപ്പോൾ തന്നെ യാത്രാനന്ദയുടെ ഒരു ബസ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇനിയുള്ള യാത്ര മുഴുവൻ ഈ ബസ്സിലായിരിക്കും. സോ നമുക്ക് ഷാർജയുടെ മനോഹര കാഴ്ചകൾ കാണാം.
അങ്ങനെ ഷാർജയുടെ സൈറ്റ് സീയിങ് ഒക്കെ കഴിഞ്ഞ് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് ഷാർജയിലെ ഗോൾഡ് സൂക്ക് അഥവാ സെൻട്രൽ സൂക്കിലേക്കാണ്. വിവിധതരം സ്വർണ്ണാഭരണങ്ങൾ എനിക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. അതായത് പഴയതും പുതിയതുമായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള നിങ്ങൾ ഇതുവരെ കാണാത്ത സ്വർണ്ണാഭരണങ്ങൾ വരെ ഇവിടെയുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് സ്വർണം മേടിക്കാനും പറ്റും. ഈ ഗോൾഡ് സൂക്ക് ഒരു ഇസ്ലാമിക് ശൈലിയിലുള്ള കെട്ടിടമാണ്. ഇതുപോലുള്ള 600-ലധികം ജ്വല്ലറികളാണ് ഇവിടെയുള്ളത്. സോ ഇത്രയുമാണ് ഷാർജയിലെ കാഴ്ചകൾ. ഇനി രണ്ടാമത്തെ എമിറേറ്റ്സ് ആയ ദുബായിയുടെ കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ കാണാം. സോ സബ്സ്ക്രൈബ് കറും.